മോസ്റ്റ് ഓഫ് ദ മാനിഫെസ്റ്റേഴ്സ്, ഭൂരിഭാഗം മാനിഫെസ്റ്റേഷൻ ലവേഴ്സും രാത്രികാലങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണം ഉണ്ടായിട്ടൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കാനായിരിക്കും, ചിലപ്പോൾ അവരെന്തെങ്കിലും നോട്ടിൽ അവരുടെ ഡിസയേഴ്സിനെ എഴുതാൻ വേണ്ടിയായിരിക്കും, ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിരിക്കും, ഓർ ഇൻ അതർ ടൈംസ് എക്സാക്റ്റ് ആയിട്ടൊരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസിന് വേണ്ടിയായിരിക്കും. എന്താണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത്തരം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ രാത്രിയാണ്. ഇനി നിങ്ങൾ മാത്രമല്ല, ഞാൻ യോഗ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും നിങ്ങളെ പോലെ തന്നെ നാച്ചുറലി നൈറ്റിനോടാണ് ഒരു അട്രാക്ഷൻ ഉള്ളത്, വേറെ ഏത് നേരത്തേക്കാളും. ഇത് ആക്സിഡൻ്റൽ അല്ല. മാനിഫെസ്റ്റേഴ്സ് ആണെങ്കിലും യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കാരണം കൊണ്ടാണ് രാത്രിയോട് അട്രാക്റ്റ് ആവുന്നത്. അതിന് പിന്നിൽ ഒരു എനർജറ്റിക് റീസണും ഉണ്ട്. മാനിഫെസ്റ്റേഷന് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാരണം കൂടിയുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എനർജിയും യൂണിവേഴ്സൊക്കെ ഇൻവോൾവ് ആവുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് യോഗ സയൻസിൻ്റെ റെഫറൻസ് എടുക്കാം. സ്പെസിഫിക് ആയിട്ട് അഷ്ടാംഗ യോഗ എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ റെഫറൻസാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ആ ഒരു യോഗയിൽ 24 മണിക്കൂറിൽ 4 സ്പെസിഫിക് സമയങ്ങൾ പറയുന്നുണ്ട്. ഈ സമയത്ത് യോഗ ചെയ്ത ബെസ്റ്റ് റിസൾട്ട് തരുമെന്ന് പറയുന്ന ഒരു 4 സമയം. 24 മണിക്കൂറിൽ 4 പർട്ടിക്കുലർ ടൈമിങ്സ് ആണ്. അത് ഏതൊക്കെയാണ്? ഒന്ന്, ബ്രഹ്മമുഹൂർത്തം, ഏർലി മോർണിംഗ്. അത് നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. 3:30 AM, 4 AM, 4:30 AM അറൗണ്ട് ആ സമയത്താണ് ഒരു ടൈം പറയുന്നത്. സെക്കൻഡ് ടൈം 12 PM, 12:30 PM, ആ ഒരു അറ്റ് നൂൺ എന്ന് പറയുന്ന ഒരു സമയത്ത്. ദെൻ സൺസെറ്റിൻ്റെ സമയത്ത് 6 PM, 6:30 PM. ദെൻ മിഡ് നൈറ്റ്, അല്ലെങ്കിൽ അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു സമയം. ഈ 4 ടൈമിംഗ് ആണ് ഒരു യോഗ പ്രാക്ടീഷണർ ചെയ്യേണ്ട സമയം എന്നാണ് അവർ പറയുന്നത്. കാരണം ആ ടൈമിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. നൗ ഇതിൽ നൈറ്റിനോടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ആവുന്നത്. ആ നൈറ്റ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ 4 സമയത്തിൽ ഒരു ടൈമിങ്ങിൽ അത് ഉൾപ്പെടുന്നുണ്ട്. നൗ ഇതിനെ യോഗികൾ പറയുന്നൊരു റീസൺ ശ്രദ്ധിച്ചോളൂ. അതുതന്നെയാണ് നിങ്ങളുടെ റീസണും. ഈ 4 നേരത്ത് മാത്രമാണ്, 24 മണിക്കൂറിൽ ഈ 4 സമയങ്ങളിൽ മാത്രമാണ് പ്രകൃതി ടോട്ടലി സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുമുള്ള തരംഗങ്ങളോ ഫ്ലക്ച്വേഷനോ ഇല്ലാത്തത്. എന്താണ് ഈ തരംഗം, ഫ്ലക്ച്വേഷൻ പ്രകൃതിയിൽ? നിങ്ങളുടെ മനസ്സിനെ നോക്കുക. ചില സമയത്ത് നിങ്ങൾക്ക് തോട്ട്സ് വളരെ കൂടുതലായിരിക്കും. ഒരു കാര്യമില്ലാതെ തോട്ട്സ് ഇങ്ങനെ ഇമോഷൻസ് ഓടിക്കൊണ്ടേയിരിക്കും. തിരമാല പോലെയാണ്, ഒന്ന് പൊങ്ങും ദെൻ അങ്ങനെ താഴോട്ട് പോകും. ചിലപ്പോൾ ഈക്വിലിബ്രിയം ആയിരിക്കും. അങ്ങനെ പല ഷേപ്പിലൂടെയും ഫോമിലൂടെയും നിങ്ങളുടെ മൈൻഡ് സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് വേവുകൾ. അതൊരിക്കലും സ്റ്റേബിൾ അല്ല, ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? അതേപോലെ ക്രിയേഷനിലുള്ള എല്ലാത്തിനും ഈ നിയമം അപ്ലിക്കബിൾ ആണ്. പ്രകൃതിക്കും ഇങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ട്. മേലോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു, ചിലപ്പോൾ ഒന്നും വർക്കാവില്ല, അങ്ങനത്തെ ഒരു സമയത്തും. അങ്ങനെ പ്രകൃതി ടോട്ടലി സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന, മനസ്സിനെ കൊണ്ട് സാധിക്കില്ല. മൈൻഡിനെ ബ്ലാങ്ക് ആക്കണമെങ്കിൽ അതിന് ഒരുപാട് യോഗ വേണം. അതൊന്നും ഇല്ലാതെ തന്നെ പ്രകൃതിയിലെ 4 പോയിന്റുകളിൽ പ്രകൃതി ടോട്ടലി സൈലൻ്റ് ആയിരിക്കും. യാതൊരു ഫ്ലക്ച്വേഷനും ഇല്ലാതെ, യാതൊരു വേവും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള എനർജി അപ്പ് ആൻഡ് ഡൗൺ ഇല്ലാതെ ടോട്ടൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും, ടോട്ടൽ സൈലൻസിലായിരിക്കും. അതാണ് ഈ 4 സമയങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുന്ന സമയത്ത് ഒന്ന് പുറത്തുപോയി നോക്കുക. കാറ്റില്ലാത്ത സമയമുണ്ട്. ടോട്ടലി പ്രകൃതിക്ക് അനക്കമേ ഇല്ല. പെട്ടെന്ന് ഭൂമി ഒരുതരം സ്റ്റില്ലായ പോലെ നിങ്ങൾക്ക് തോന്നും. അത്തരം സമയങ്ങൾ എണീറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. അതേപോലെ നൂൺ ടൈം, അറൗണ്ട് ഒരു 12 PM, 12:30, ആ ഒരു അറൗണ്ടാണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് നോക്കിയാലും കാറ്റേ ഉണ്ടാവില്ല. അത് കാറ്റിൻ്റെ ഇല്ലായ്മ മാത്രമല്ല, ദർ ആർ നോ ഫ്ലക്ച്വേഷൻ. എനർജറ്റിക്കലി ഓൾസോ അത് വളരെ ഇക്വിലിബ്രിയത്തിലാണ്. ഇതേപോലെ തന്നെ സൺസെറ്റിൻ്റെ ഒരു അടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇങ്ങനൊരു മൊമെൻ്റ് വരും. മിഡ് നൈറ്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇങ്ങനൊരു സൈലൻസ് ഉണ്ടാവും. 24 മണിക്കൂറിൽ ഈ 4 പോയിന്റിൽ മാത്രമേ അത് സൈലൻ്റായിട്ട് നിൽക്കുന്നുള്ളൂ. നൗ ഈ ടൈമിൽ നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ ഏതൊരു തരത്തിലുള്ള എനർജി പ്രാക്ടീസ്, മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് എനർജി പ്രാക്ടീസിൻ്റെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. എപ്പോഴൊക്കെ അത്തരം പ്രാക്ടീസ് ചെയ്യുന്നു നിങ്ങൾക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. എഗെയിൻ ഞാൻ പറയുന്നത് കാറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അല്ല ഞാൻ പറയുന്നത്. നമ്മൾക്ക് കാണാനോ അറിയാനോ ഒന്നും പറ്റില്ല. എനർജറ്റിക്കലി സംഭവിക്കുന്ന ഒരു കയറ്റോ ഇറക്കമൊക്കെയാണ്, അപ്പ് ആൻഡ് ഡൗൺ ഫ്ലക്ച്വേഷൻ, ഒരു തരംഗമാണ്. ആ തരംഗം നിങ്ങളെ സ്പർശിക്കില്ല. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണിക് എനർജിയെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. യോഗയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മുകളിലേക്ക് ഉയർത്താൻ സാധിക്കും. നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. പ്രകൃതി നിങ്ങളെ ടച്ച് ചെയ്യാൻ പോകുന്നില്ല. സെയിം വിത്ത് ദ നൈറ്റ്.
അതുകൊണ്ടാണ് രാത്രി സമയം നിങ്ങൾ പോലും അറിയാതെ അവിടെ പോയി ഇരിക്കുമ്പോൾ പ്രകൃതിയിൽ ഫ്ലക്ച്വേഷൻ ഇല്ല, നിങ്ങൾക്ക് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ല. അവിടെ സമാധാനത്തിലിരുന്ന മാനിഫെസ്റ്റേഷനെ കുറിച്ച് ആലോചിക്കുകയെ, ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യേ, മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യേ, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ യൂണിവേഴ്സിനോട് സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദർ ആർ നോ ഫ്ലക്ച്വേഷൻ. നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രപഞ്ചത്തോട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതേ പരിപാടി നിങ്ങൾ രാവിലെയോ അല്ലെങ്കിൽ ഇങ്ങനെ സണ്ണൊക്കെ റൈസ് ചെയ്ത ശേഷം ഏതെങ്കിലും സമയത്ത് ട്രൈ ചെയ്ത് നോക്കൂ, കിട്ടില്ല. നല്ല ഡിഫിക്കൽട്ടായിരിക്കും. എല്ലാം ചുറ്റുപാടൊക്കെ സൈലൻ്റ് ആണെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങൾക്കത് എന്തോ ഒരു തടസ്സം ഫീൽ ആവും. രാത്രി എത്തിക്കഴിഞ്ഞാൽ എത്ര ബഹളങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. ഓക്കെ, ഇത് പലരും അറിയാത്തൊരു കാര്യമാണ്. ദാറ്റ്സ് വൈ നിങ്ങൾക്ക് പ്രപഞ്ചത്തോട് രാത്രി ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ കിട്ടുന്നത്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ പല മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതും. ക്ലിയർ ആണോ? മറ്റൊരു റീസൺ കൂടെയുണ്ട്, നിങ്ങളൊന്ന് അറിഞ്ഞു വയ്ക്കാൻ വേണ്ടി മെൻ്റൽ റീസൺ കൂടെയുണ്ട്. രാവിലെയാണോ നിങ്ങൾക്ക് മൈൻഡ് ആക്റ്റീവ്, രാത്രിയാണോ? രാവിലെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തോട്ട്സും ഇമോഷൻസും ക്വാണ്ടിറ്റി വൈസ് കൂടി വരുന്നത്, അതോ രാത്രിയാണോ? ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ഇല്ലെങ്കിൽ രാത്രിയാവും തോറും നിങ്ങളുടെ മനസ്സിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞു വരും. തോട്ട്സിൻ്റെ ക്വാണ്ടിറ്റി കുറയും, ഇമോഷൻസിൻ്റെ ക്വാണ്ടിറ്റി കുറയും. കാരണം ഫിസിക്കലി നിങ്ങൾ ടയേർഡായിക്കൊണ്ടിരിക്കുകയാണ്, മെൻ്റലി മനസ്സിനും ബ്രെയിനിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. സ്ട്രെസ്സും അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ നോർമലി ഒരു ഡേയിൽ ഓട്ടോമാറ്റിക്കലി ഇത് താഴോട്ട് വരും. മാത്രമല്ല രാത്രി മറ്റൊരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ശരീരം സൺലൈറ്റിന് നന്നായിട്ട് അതിനോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ബോഡിയാണ്. ഈ പുറത്തുള്ള ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ മെയ്ഡ് ലൈറ്റ് അല്ല, സൺലൈറ്റിനോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ശരീരം. നാച്ചുറലി അങ്ങനെയാണ്. ആ സൺ അവിടെ ഇല്ലാത്തപ്പോൾ നമ്മുടെ ശരീരത്തിലും ഒരുപാട് ആക്ടിവിറ്റി ലോ ആയിരിക്കും. ഇപ്പോഴും നിങ്ങൾക്ക് എന്തായി ഒരു ഈസി ആക്സസ് കിട്ടുകയാണ് പ്രപഞ്ചത്തോട്. സോ അതാണ് ഇന്നത്തെ ആ ടോപ്പിക്ക്. ഞാനിത് പറയാനുള്ള പ്രധാന റീസൺ, ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുള്ള റീസൺ, നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. മെജോറിറ്റി ആൾക്കാരും രാത്രിയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നറിയാം. ബട്ട് വെറുതെ ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ടാണ് അത് വർക്കാവുന്നത് എന്നുകൂടെ അറിഞ്ഞാൽ മനസ്സ് പെട്ടെന്ന് മാനിഫെസ്റ്റേഷനോടൊന്ന് അഡാപ്റ്റ് ചെയ്യും. നിങ്ങൾ പറയുന്ന ഇൻറ്റൻഷനോട് പെട്ടെന്ന് അത് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. അത് മാത്രമല്ല, നൈറ്റ് മാത്രമല്ല, അതിനെപ്പോലെ തന്നെ ഈക്വൽ ഇൻറ്റൻസിറ്റി ഉള്ള അഡീഷണൽ 3 നേരങ്ങൾ കൂടെ ഉണ്ടെന്ന് കൂടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത്തരം സമയങ്ങളും കഴിയുന്നതും ഉപയോഗിക്കാൻ നോക്കുക.